പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഒരു ദിവസം കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ UK വന്നിട്ട് ഒരു കാറ്ററിംഗ് ജോബിന് പോവുകയുണ്ടായി. അപ്പോൾ കാറ്ററിംഗ് ജോബിന് പോയിട്ട് അവിടെ എന്തൊക്കെയായിരുന്നു വർക്ക്, അതേപോലെ തന്നെ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ അതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ അതേപോലെ തന്നെ എത്ര രൂപ ഒരു ദിവസം കൊണ്ട് നമുക്ക് കാറ്ററിംഗ് ജോബിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. കാറ്ററിംഗ് ജോബിന് പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ബസ് കയറിയിട്ടാണ് പോയത്. ഇവിടുന്ന് ബസ് കയറിപ്പോയി. ബസ് ഇറങ്ങിയപ്പോൾ അവിടെ ഹാളിൻ്റെ അവിടെ എത്തിയപ്പോൾ, ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ വാഴക്കുലയും ഓലക്കൊടിയൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. കാരണം നോൺ വെജ് പരിപാടി അല്ല, വെജ് പരിപാടിയാണെന്നുള്ളത് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൂഡ് പോയി. പിന്നെ വർക്കിന് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇത് കല്യാണമൊന്നുമല്ല, ഒരു പെൺകുട്ടിൻ്റെ പ്രായം തികച്ചതിൻ്റെ സാരി സെറിമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്, ശ്രീലങ്കൻസിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഏകദേശം 2,10,00,000 രൂപയുടെ പരിപാടിയാണ് ഇന്നലെ നടന്നത്, ഈ പരിപാടി നടന്നത്. അപ്പോൾ അത്രയും വലിയ ഫംഗ്ഷനിലാണ് നമ്മൾ കാറ്ററിംഗ് ഇവൻസിൻ്റെ വർക്കിനായിട്ട് പോയത്. അപ്പോൾ നല്ല വർക്കായിരുന്നു, കുറച്ചൊക്കെ റിസ്ക് ഉണ്ടായിരുന്ന കാര്യം. എന്തായാലും ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ കാറ്ററിംഗ് വർക്കാണ്, അതും UK വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല നൈസായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അതേപോലെ തന്നെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാർ തന്നെയായിരുന്നു. പിന്നെ ഉച്ചക്ക് ഫുള്ള് വെജ്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വെജായിരുന്നു പ്രോഗ്രാം, പരിപാടി, ഫുഡും കാര്യങ്ങളൊക്കെ വെജായിരുന്നു. അതേപോലെ ആൾക്കാരും നല്ല ട്രഡീഷണൽ ലുക്കിലായിരുന്നു വന്നിരുന്നത്. പിന്നെ ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നൈറ്റ് നല്ല DJ പാർട്ടിയും ഡാൻസേഴ്സൊക്കെ വന്ന് ഡാൻസ് ചെയ്യലും സിംഗേഴ്സ് വന്ന് സിംഗ് ചെയ്യലും പിന്നെ ഫാമിലി ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഈ വീഡിയോ പറഞ്ഞ എല്ലാ ക്ലിപ്പും ഇതിനു മുമ്പ് വേറൊരു ദിവസം ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അന്ന് പറയാൻ വിട്ടുപോയൊരു എക്സ്പീരിയൻസും കൂടി ഉണ്ട്. ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി, നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതല്ലേ, ഞാൻ വീഡിയോസൊക്കെ കണ്ടിരുന്നു, ജനുവരി ടേക്കിന് വന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷമാവുമല്ലോ. ലൈക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും കാണുന്നുണ്ട്, കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട്. അവർ കാണുമ്പോൾ നമ്മളോട് വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും കൂടെ ഇതിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലിപ്പും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ഇൻസൈഡൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പച്ച ഷർട്ടും കസവും മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഡ്രസ്സ് ഇടാൻ പറഞ്ഞ് അത് മാറി വന്നു. അതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ കോസ്റ്റ്യൂം കേട്ടോ. കാരണം എല്ലാവരും ട്രഡീഷണൽ ലുക്കിലാണ് ആൾക്കാരും ഗസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ ട്രഡീഷണൽ ലുക്കിൽ തന്നെ, അതായത് ശ്രീലങ്കൻസിൻ്റെ ആ ട്രഡീഷണൽ ലുക്കിൽ തന്നെ നമ്മളോട് ഫുഡ് സെർവ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ബ്ലാക്ക് ആൻഡ് ഇട്ടിട്ട്, കാരണം അവരെല്ലാവരും പാർട്ടി കോസ്റ്റ്യൂമിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മളും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൻ്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഒരു ദിവസം കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ 15 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. ഒരു ദിവസം എനിക്ക് കാറ്ററിങ്ങിന് പോയിട്ട് കിട്ടിയ പേയ്മെൻറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 105 പൗണ്ടാണ്. 105 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഏകദേശം ഇന്നത്തെ റേറ്റ് നോക്കുമ്പോൾ നാട്ടിലെ 11,700 സംതിങ് രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നാട്ടിൽ കാറ്ററിങ്ങിന് പോകുന്നതും UK കാറ്ററിങ്ങിന് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം പേയ്മെൻറ്റിലുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ അത്രയും ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്ററിങ്ങിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യം പേയ്മെൻറ്റും കിട്ടും, അതൊക്കെ നല്ല പേയ്മെൻറ്റാണ്. പിന്നെ ഹാപ്പിയാണ്.
അപ്പോൾ അതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനിയും അടുത്ത നല്ല നല്ല വീഡിയോകൾ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.